ശ്രീ നിർമ്മൽ എബ്രഹാം, നമ്മൾ നേരത്തെയും ഇതേ വിഷയം ചർച്ച ചെയ്തതാണ്. അതിന്റെ തുടർച്ചയെന്ന നിലയിൽ ഇപ്പോഴിതാ വൈറ്റ് ഹൗസ് തന്നെയാണ് ഒഫീഷ്യലി ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത്. അപ്പോൾ അവരുടെ നാടുകടത്തൽ നടപടി എന്നതിനെ അവർ വലിയ തോതിൽ പ്രചാരണം കൂടി നൽകുകയാണ് ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ. അത് ഏതെങ്കിലും തരത്തിലുള്ള ദൃശ്യങ്ങളല്ല, വളരെ കൃത്യമായി ചങ്ങലക്കിട്ട് ആളുകളെ കയറ്റി തിരികെ അയക്കുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കമാണ് പുറത്തുവിട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളോട് ഇത് തന്നെയായിരിക്കും തങ്ങളുടെ നിലപാട് ഇനിയും എന്ന് തന്നെയല്ലേ ഈ ദൃശ്യങ്ങളിലൂടെ അമേരിക്ക പറഞ്ഞു വെക്കുന്നത്? ഇതിനകത്ത് രണ്ട് പെർസ്പെക്റ്റീവ് എനിക്ക് പറയാനുണ്ട്. ഒന്ന്, ഒരു ഭാരതീയൻ എന്നുള്ള നിലയ്ക്ക് കാണുമ്പോൾ തീർച്ചയായിട്ടും വിഷമമുണ്ട്. അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഒരു അനലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ശ്രീ മിഥുൻ സൂചിപ്പിച്ച പോലെ വ്യക്തമായ SOP, അത് ജയശങ്കർ തന്നെ പറഞ്ഞാൽ 2012 മുതൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആണ് ഐസിന്റെ. അവർക്ക് വേണമെങ്കിൽ റിസ്ട്രെയിൻ ചെയ്യാവുന്നുള്ളത്. അതിന്റെ അത് രണ്ട് പല റീസൺസ് ഉണ്ട്. അതിന് പോകുന്നതിന് മുന്നേ മിലിറ്ററി എയർക്രാഫ്റ്റിന്റെ കാര്യത്തിൽ ഒരു തർക്കം നേരത്തെ കണ്ടു. ഒരു കാര്യം ഇത്ര ആലോചിച്ചാൽ മതി, കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റും ഐസിന്റെ ചാർട്ടേഡ് ഫ്ലൈറ്റിന്റെയും 5 ഇരട്ടി ചാർജിനാണ് ഒരു മിലിറ്ററി എയർക്രാഫ്റ്റിൽ അമേരിക്കയിൽ കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ. അതായത് ഒരു മണിക്കൂർ ഓടണമെങ്കിൽ $28,500 അഥവാ 25 ലക്ഷം രൂപ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓരോ പാസഞ്ചറിനും ഒരു കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റിൽ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് പോകുന്നതിന്റെ 5 ഇരട്ടി പൈസക്കാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അങ്ങനെ ട്രംപ് ചെയ്യണമെങ്കിൽ അത്രയും പൈസ അദ്ദേഹം മുടക്കുന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ട്. എന്താണ് ആ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും കാലം കഴിഞ്ഞ 4 വർഷക്കാലം കൊണ്ട് കണക്കിൽപ്പെടുന്ന തന്നെ 1.1 crore, 1 കോടിയിലേറെ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ് മെക്സിക്കോ ബോർഡർ വഴി, സദേൺ ബോർഡേഴ്സ് വഴി അമേരിക്കയിൽ എത്തിപ്പെട്ടത്. അവരെ ഒഴിവാക്കും, അവരെ ഡീപ്പോർട്ട് ചെയ്തിരിക്കും എന്ന് അദ്ദേഹം വാക്ക് കൊടുത്തിട്ടാണ് അത്രയും പേര് 78 മില്യൺ ആളുകൾ വോട്ട് ചെയ്ത് അദ്ദേഹത്തിനെ പ്രസിഡന്റ് ആക്കിയത്. അപ്പൊ അദ്ദേഹം രണ്ട് മെസ്സേജ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നിങ്ങൾ എന്നെ പ്രസിഡന്റ് ആക്കി, ഞാൻ വാക്ക് പാലിച്ചു ഡീപ്പോർട്ട് ചെയ്യുന്നു. രണ്ടാമത്തെയാണ് ഇമ്പോർട്ടന്റ് മെസ്സേജ്. ഒരു ചെറിയ അനാലജി പറയാം. ഒരു യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന ആളുകളാണ് അറിയാം, വർഷങ്ങളായിട്ട് കോപ്പി അടിക്കുന്ന സിസ്റ്റം കേരളത്തിൽ പല യൂണിവേഴ്സിറ്റികളിലും ഉണ്ട് അല്ലെ. ആ കോപ്പി അടിക്കുമ്പോൾ പലപ്പോഴും അധ്യാപകര് അവർക്ക് ദേഹത്തോതിൽ അവർ ചെയ്യുന്ന വെച്ചാൽ താക്കീത് കൊടുത്ത് വിടുക ചെയ്യുന്നത്. അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളിൽ വീണ്ടും വീണ്ടും ഈ കോപ്പി അടി തുടരും, അവസാനം വഷളാവും. നേരെ തിരിച്ച് ഇതിൽ ഒരാളെ ഡീബാർ ചെയ്ത് അയാളുടെ ഫോട്ടോ നോട്ടീസ് ബോർഡിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കോപ്പി അടി എന്നുള്ള കാര്യം 3 വർഷത്തേക്ക് അവിടെ നടക്കില്ല. അതാണ് ട്രംപ് ചെയ്തത്. ഈ ഡീപ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഒബാമയുടെ കാലഘട്ടത്തിലുണ്ട്, ബൈഡന്റെ കാലഘട്ടത്തിലുണ്ട്. ഇൻഫാക്ട് 2024 ഏകദേശം 1300 ആളുകളെ ഡീപ്പോർട്ട് ചെയ്തു ബൈഡൻ. ആരും അറിഞ്ഞില്ല, അതിന്റെ ഭീകരത ആരും കണ്ടില്ല. അതുകൊണ്ട് എന്ത് പറ്റി, 2024 അവസാനമാണ് ഈ പറയുന്ന തിരിച്ചു വന്ന ആൾക്കാരിൽ പലരും അങ്ങോട്ട് പോയത്. ഈ ഡങ്കി റൂട്ട് എടുത്ത് അങ്ങോട്ട് ലക്ഷങ്ങളും കോടികളും മുടക്കി പോയത് അതുകൊണ്ടാണ്. ട്രംപ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചതാണ്. ആ ഐസിന്റെ ട്വിറ്റർ മെസ്സേജിന് താഴെ അതുണ്ട്, ഇഫ് യു ആർ എൻ ഇല്ലീഗൽ ഇമിഗ്രന്റ്, അല്ല, ഡു നോട്ട് സ്റ്റെപ്പ് ഇൻ ഇഫ് യു ആർ എൻ ഇല്ലീഗൽ ഇമിഗ്രന്റ്, ഞങ്ങൾ തിരിച്ചയച്ചിരിക്കുമെന്ന് വ്യക്തമായ മെസ്സേജ് കൊടുത്തു. അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ഈ ഫോട്ടോഗ്രാഫ്സ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ നമ്മൾ ഈ ഇമോഷണൽ ആസ്പെക്ട് മാറ്റി വെച്ച് ചിന്തിച്ചാൽ, പ്രാക്ടിക്കലി പ്യൂർലി ന്യൂട്രൽ പെർസ്പെക്ടീവ് ചിന്തിച്ചാൽ അതിൽ തെറ്റില്ല എന്ന് തന്നെ പറയാം. നേരത്തെ ശ്രീമതി മറ്റൊരു കാര്യങ്ങൾ സൂചിപ്പിച്ചു, ഫോഴ്സ്ഡ് റിട്ടേണിന് പകരം അവർക്ക് വോളണ്ടറി റിട്ടേൺ. അതിന്റെ ഒരു പ്രത്യേകതയും കൊണ്ടുണ്ട്. വോളണ്ടറി റിട്ടേൺ ചെയ്ത ഒരാൾക്ക് 60 ദിവസം തിരിച്ചു വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഫോഴ്സ് റിട്ടേൺ ചെയ്ത ആൾക്കാർ അവരുടെ ഡിഗ്നിറ്റി പണയം വെക്കണം. പോരാത്തതിന് 5, 10, 20 വർഷം കഴിഞ്ഞ് അമേരിക്കയ്ക്ക് അപ്ലൈ ചെയ്യാനും പറ്റില്ല. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ